ഹലോ സെൻട്രൽ ബ്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ തായ്ലൻഡിൽ നിന്നും നമ്മൾ താൽക്കാലികമായിട്ട് വിട പറയുകയാണ്. നമ്മൾ തായ്ലൻഡിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെയിലർ ഹോട്ടൽ പട്ടായയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക്, അവിടെ നിന്ന് നമ്മൾ ചെന്നൈയിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താമസിച്ചത് നമ്മുടെ പട്ടായയിലുള്ള സെയിലർ ഹോട്ടൽ. ഇവിടെ നിന്ന് നമ്മൾ വെളിയിലിറങ്ങി 150 തായ് ബാത്ത് കൊടുത്ത് ഞാൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല കിടിലൻ ഫുഡായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെളിയിലിറങ്ങി ഗ്രാബ് എന്നുള്ള ഓൺലൈൻ ആപ്പ് വഴി ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്തു. ഈ ടാക്സി വഴിയാണ് നമ്മൾ ജോംതീം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് ഈ ജോംതീം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ഈ സെയിലർ ഹോട്ടൽ പട്ടായ വരെ എത്താൻ. പക്ഷേ ഞാൻ നേരത്തെ പോകാൻ വേണ്ടി ഞാൻ ടാക്സി ബുക്ക് ചെയ്താണ് ഇവിടെ എത്തിയത്. നമ്മുടെ പട്ടായയിൽ നിന്ന് നമ്മൾ സുവർണഭൂമി എയർപോർട്ട് വഴി പോകാൻ വേണ്ടി നമ്മുടെ ഇവിടുന്ന് ബസ് ചാർജ് വരുന്നത് 143 തായ് ബാത്താണ്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി 340 രൂപ മാത്രമേ ആവുന്നുള്ളൂ. നമുക്കപ്പോൾ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാൻ എടുത്ത ടിക്കറ്റ് 11:30 നമുക്ക് ബസ്സുള്ളത്. ഇവിടെ ഒരു അരമണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ കിടക്കുന്ന ബസ്സൊക്കെ 11 മണിക്കൊക്കെ പോകേണ്ട ബസ്സുകളാണ്. ഇതിൽ സീറ്റ് അവർ ഫുള്ളായില്ലെങ്കിൽ മാത്രം അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ബസ്സിൽ കയറി പോകാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ 11 മണിക്കുള്ള ബസ് പോയി തൊട്ട് പിറകെ തന്നെ നമുക്ക് പോകേണ്ട ബസ്സും വന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് എനിക്ക് പോകാനുള്ള പട്ടായയിൽ നിന്നും നമ്മുടെ സുവർണഭൂമി എയർപോർട്ട് വരെ പോകേണ്ട ബസ്. നമുക്ക് ഇവിടെ നിന്ന് 2 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് സുവർണഭൂമി എയർപോർട്ടിലേക്ക് എത്താൻ. എൻ്റെ സീറ്റ് വന്നിട്ട് ഏറ്റവും ബാക്കിലായിരുന്നു. പക്ഷേ ബാക്കിലാണെങ്കിലും അധികം കുലുക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാം നല്ല എൻജോയ് ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. അങ്ങനെ ഏതാണ്ട് 2 മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സുവർണഭൂമി എയർപോർട്ടിൻ്റെ അവിടുത്തെ ഒരു മെയിൻ കാഴ്ച. അങ്ങനെ നമ്മുടെ പട്ടായയിൽ നിന്ന് ഞാൻ സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി എയർപോർട്ടിലേക്ക് അകത്ത് കയറാം. ഇത് നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ പട്ടായയിലുള്ള ആ ഒരു സോളോ ട്രാവൽ. നമുക്കപ്പോൾ എയർപോർട്ടിൻ്റെ അവിടുത്തെ ഒരു കാഴ്ചകൾ കാണാം. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ധാരാളം ക്രൗഡ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് വന്നിട്ട് ഇൻഡിഗോയാണ്. എൻ്റെ ഇൻഡിഗോ വന്നിട്ട് നമുക്ക് അങ്ങ് ആ യു കൗണ്ടറിലാണ് നമ്മുടെ ഇൻഡിഗോയുടെ ആ ഒരു ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഇൻഡിഗോയുടെ ബോർഡിംഗ് പാസിൻ്റെ ടൈം ആയിരിക്കുകയാണ്. നമുക്കപ്പം ബോർഡിംഗ് പാസും ചെക്കിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് എയർപോർട്ടിനകത്തേക്ക് കയറാം. ഇത് വന്നിട്ട് നമ്മുടെ പട്ടായയിലുള്ള ഡ്യൂട്ടി ഫ്രീയുടെ അവിടുത്തെ കാഴ്ചകളാണ്. നല്ല വെറൈറ്റി നമുക്ക് വൈനും റമ്മൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. വിസ്കിയൊക്കെ എല്ലാത്തിൻ്റെ റേറ്റ് തന്നെ നല്ലൊരു കിടിലം പ്രൈസാണ്. ഏതാണ്ട് ചിലതൊക്കെ നമ്മുടെ ഇന്ത്യൻ റുപ്പി 1 ലക്ഷത്തിന് മേലുള്ള വിസ്കി വൈനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലെയിൻ ടേക്ക് ഓഫ് ലാൻഡൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ടൈം പോകുന്നത് അറിയില്ല. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഈ പോകുന്നത് നമ്മുടെ തായ് എയർവേസ് ആണ്. നമ്മുടെ തായ്ലൻഡിലെ അവരുടെ ഒഫീഷ്യൽ ഒരു കമ്പനിയാണ് നമ്മുടെ തായ് എയർവേസ്. അങ്ങനെ ഇരിക്കും ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കപ്പം ഇതിൻ്റെ അകത്തേക്ക് കയറാം. നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റാണ്.
നമ്മുടെ ബോർഡിംഗ് പാസും ആ ഒരു ഫ്ലൈറ്റിൻ്റെ കാഴ്ച നല്ല കിടിലൻ ലുക്കായിരുന്നു. നമുക്ക് പ്ലെയിൻ്റെ അകത്തേക്ക് കയറാം. എനിക്ക് കിട്ടിയ സീറ്റ് വന്നിട്ട് നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ അവിടുത്തെ ഒരു സീറ്റായിരുന്നു. അതുകൊണ്ട് നല്ല ലെഗ് സ്പേസ് കിട്ടി. പിന്നെ ഇൻഡിഗോയുടെ അവിടുത്തെ ആ ഒരു സർവീസ് നല്ല കിടിലൻ സർവീസാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് വെള്ളം വേണമെന്നൊക്കെ ചോദിച്ച് നല്ലൊരു അപ്രോച്ചായിരുന്നു അവർ ചെയ്തത്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് കുറേ പ്ലെയിനുകളൊക്കെ ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പോയിരുന്നു നമ്മുടെ ഇൻഡിഗോ കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു അവർ ടേക്ക് ഓഫ് ചെയ്തത്. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ആ വിൻഡോയുടെ അവിടുത്തെ ആ ഒരു ക്ലാരിറ്റി നല്ല വരത്തെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വിൻഡോ ഒരു ചെറിയൊരു ബ്ലറുണ്ട്. പക്ഷേ ഹോസ്പിറ്റാലിറ്റിയൊക്കെ നല്ല കിടിലൻ രീതിയിലാണ് നമ്മുടെ ഇൻഡിഗോ അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പം 4 മണിക്കൂർ നമുക്ക് ഈ ബാങ്കോക്കിൽ നിന്ന് നമുക്കിനി ചെന്നൈയിലാണ് നമുക്കിനി പോവേണ്ടത്. 4 മണിക്കൂർ യാത്രയാണ്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പായ തായ്ലൻഡിൽ താൽക്കാലികമായി ഞാൻ വിട പറയുകയാണ്. പക്ഷേ ഞാൻ ഇനി വീണ്ടും തായ്ലൻഡിലേക്ക് വരുന്നതായിരിക്കും. നമുക്കിനി ധാരാളം പ്ലേസുകളൊക്കെ നമുക്ക് തായ്ലൻഡിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇനി അടുത്ത വരും കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നീണ്ട 4 മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം ബാങ്കോക്കിൽ നിന്ന് ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെന്നൈയിൽ ഒരു 8 മണിക്കൂർ ലേ ഓവറുണ്ട്. അവിടുത്തെ ആ സമയത്ത് സ്പെൻഡ് ചെയ്ത കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബാങ്കോക്കിൽ നിന്ന് 4 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് നമുക്കിനി വെളിയിലേക്ക് ഇറങ്ങാം. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ എയർ ഹോസ്റ്റസ് തമാശയായിട്ടൊരു ഡയലോഗ് അടിച്ച്, ഇതാണ് നമ്മുടെ ചെന്നൈ എയർപോർട്ടിനകത്തുള്ള കാഴ്ച. നല്ലൊരു കിടിലം ഒരു ലുക്കാണ്. പുതിയ എയർപോർട്ടാണ്. അവിടെ ഇനിയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണലിലും ഡൊമസ്റ്റിക്കിലും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് നേരം നിന്നതിന് ശേഷം എൻ്റെ ബാഗ് അവിടെ നിന്ന് വന്നു. ട്രെയിൽ വരുന്നതായിരുന്നു എൻ്റെ ബാഗ്. ഈ ബാഗിലായിരുന്നു ഞാൻ എത്ര ദിവസം പട്ടായയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. നമ്മൾ അവിടെ നിന്ന് എടുത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വണക്കം ചെന്നൈ എന്ന് പറഞ്ഞ ഒരു ബോർഡുണ്ട്. ഇവിടെ നിന്ന് ഞാൻ പിന്നെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് തൊട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു മാളുണ്ട്. ആ മാളിൻ്റെ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ സിനിമയോ നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ 8 മണിക്കൂർ ലേ ഓവർ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ മാളിൽ കയറി അരമനെ 4 എന്നുള്ള സിനിമയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടത്. അത് കണ്ടതിന് ശേഷം വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ഉള്ളത്. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈമായി. അങ്ങനെ ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് കയറി. അങ്ങനെ ചെക്കിങ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകേണ്ട ഗേറ്റിൻ്റെ അവിടെയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കാണ് ഇനി പോകുന്നത്. നമുക്കപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ
അങ്ങനെ ബോർഡിങ്ങിൻ്റെ ടൈമായി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബസ്സിൽ നിന്നാണ് നമുക്കിനി എയർപോർട്ട് വരെ പോകേണ്ടത്. ആ പോകുന്ന കാഴ്ച നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഈ സാധാരണ ഈ KSRTC ബസ്സുകളൊക്കെ നിൽക്കുന്ന പോലെയാണ് ഇവിടെ ഓരോ ഫ്ലൈറ്റുകളൊക്കെ നമ്മുടെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് നിരനിരാന്ന് നിൽക്കുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ ആ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റി. നല്ലൊരു കിടിലൻ ലുക്കായിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തായ്ലൻഡിൽ പോയിട്ടുള്ള എല്ലാ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അങ്ങനെ ഏതാണ്ട് ഒരു 2-3 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് ഇതാണ്. നമ്മുടെ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റാണ്. നമുക്കിവിടെ നല്ല കിടില ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലത്തെ ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച പോലും ഇല്ല. പക്ഷേ നല്ലൊരു കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പോകുന്ന ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ നിന്ന് ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ. നമുക്കിപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറാം. അകത്ത് കയറിയപ്പോഴും നമ്മുടെ ഇൻഡിഗോ സ്റ്റാഫൊക്കെ നല്ല രീതിയിലാണ് അവർ വെൽക്കം ചെയ്തത്. ഇൻഡിഗോയിലുള്ള അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു കിടിലം ഹോസ്പിറ്റാലിറ്റിയാണ്. അവർ നല്ല രീതിയിലാണ് എല്ലായിടത്തോടും നല്ല രീതിയിലാണ് അവർ ടേക്ക് കെയർ ചെയ്തത്. അവർ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഫീൽ തോന്നുകയാണെങ്കിൽ അവർ പെട്ടെന്ന് വന്ന് അവർക്ക് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഞാൻ ഇനി ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒരു കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റുന്ന എല്ലാ കിടില മൂമെൻറ്റ്സ് ഒക്കെയാണ്. എല്ലാവരും മാക്സിമം ഈ ട്രിപ്പൊക്കെ ഇതേപോലെ പോവുകയാണെങ്കിൽ സോളോ ഏറ്റവും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ പാക്കേജ് ഒന്നും എടുക്കാതെ പോകാൻ ശ്രമിക്കുക. നല്ല കിടില എക്സ്പീരിയൻസ് ആയിരിക്കും. പാക്കേജ് എടുത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ കൺട്രോളിലും അവരുടെ കൂടെയൊക്കെ പോവേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ നമ്മൾ സോളോ ആയിട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രീഡം കിട്ടും. നമുക്ക് എല്ലായിടം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേ ചെയ്യാം, നമുക്ക് ബൈക്ക് റെൻറ്റിനെടുത്ത് എവിടെ വേണം നമുക്ക് പോകാം. നല്ലൊരു കിടിൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ചെന്നൈയിൽ നിന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ അവിടെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. നല്ല കിടിലം ഫീലായിരുന്നു. തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തന്നെ വരുമ്പം ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. നമ്മൾ ഒരു വേറെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ നാട്ടിലേക്ക് വരുമ്പം ഒരു കിടില എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. പക്ഷേ ഇൻ്റർനാഷണൽ അല്ല, ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ഇവിടെ നമുക്ക് താഴെ ഇറങ്ങി ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ബാഗ് കളക്ട് ചെയ്യണം. ബാഗ് കളക്ട് ചെയ്തിട്ട് നമുക്കിനി വെളിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ബാഗ് അവിടെ കൂടെ വരുന്നുണ്ടായിരുന്നു. ഇനി ബാഗ് എടുത്ത് നമ്മൾ വെളിയിലേക്ക് പോകാം. ഇതൊക്കെയാണ് നമ്മുടെ തായ്ലൻഡ് സീരീസിൽ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവർക്കും തായ്ലൻഡ് സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കയറിയിട്ട് തായ്ലൻഡ് സീരീസ് കയറി നോക്കുക. ഏതാണ്ട് 22 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.